ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു ജനറൽ നോളജിനെ കുറിച്ചാണ്. അദബുൽ അറബി, അറബി മര്യാദകളിൽ നിന്നും. പക്ഷേ ഇത് നാം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യങ്ങളിൽ ഒന്നാണ്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും അതിന് അർഹതപ്പെട്ട ആളുകളോട് ആലോചിക്കുക എന്നുള്ളത് ഒരു ബലമായ സുന്നത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഏറ്റവും കൂടുതൽ മുശാവറ ചെയ്യുന്നതെന്ന് നമുക്ക് സീറയിൽ പഠിക്കുവാൻ സാധിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞു കൊടുക്കുന്ന മറുപടികളെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. അത് അമാനത്താണെന്നും ഒരു മുസ്ലിമിന് അറിയും. അതുകൊണ്ട് ഈ പറയുന്ന വിഷയം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി യഹ്യയിൽ പറഞ്ഞ ഒരു വിഷയമാണിത്. 4 തരം മനുഷ്യരെ കുറിച്ച്. റിജാലു അർബഅത്തുൻ, മനുഷ്യർ 4 തരക്കാരാണ്. അതിലൊന്ന് റജുലുൻ യദ്രി വഹുവ യദ്രി അന്നഹു യദ്രി വഹുവ ആലിമുൻ ഫത്തബിഉഹു. മനുഷ്യരിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, അവരുടെ ഇൽമിനെ കുറിച്ച് അവർക്ക് ബോധമുണ്ട്. ഇന്ന വിഷയങ്ങളിൽ ഞാൻ മാസ്റ്ററാണ്, ഇന്ന വിഷയങ്ങളിൽ എനിക്കറിയില്ല എന്ന് ബോധമുള്ള ആളുകൾ. അത് ഈവൻ ഒരു സയൻറ്റിസ്റ്റ് ആവാം, ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ഒരു കുക്കാവാം, എന്ത് കാറ്റഗറിയിലും അവനെക്കുറിച്ച് ബോധമുള്ളവൻ, അവൻ്റെ പഠിത്തത്തെക്കുറിച്ച് അവനിക്കറിയാം. അവനെക്കുറിച്ച് പറഞ്ഞത് ബഹു ആലിമും ഫത്തബിഹു, നിങ്ങൾക്ക് അവനെ ഡിപ്പെൻഡ് ചെയ്യാം. മനഃപൂർവ്വം ചതിച്ചില്ലെങ്കിൽ അവൻ്റെ അറിവിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. കാരണം പലപ്പോഴും ഒരു മൂമിൻ അവൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അതിന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നടക്കും. അത് ഇസ്ലാമിൽ ബലവത്തായ സുന്നത്തും. അങ്ങനെ കൺസൾട്ട് ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടത്തിലാവില്ല എന്ന് പ്രവാചക വചനം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്ന്, നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്ന വിഷയത്തിൽ അവൻ മാസ്റ്റർ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുമ്പോഴും നമുക്ക് ബോധമുണ്ടാവണം, ഇതൊരു അമാനത്താണ്, നമ്മൾ ഇതറിയാത്ത വിഷയങ്ങൾ പറയാൻ പാടില്ല. ഇതിലെല്ലാത്തിനും ഈ ഇൽമ് സഹകരിക്കും. എന്താണ്? അവനിക്ക് അവനെക്കുറിച്ചുണ്ടാവുന്ന ബോധം. ഇന്ന വിഷയങ്ങളിൽ എനിക്കറിയാം, ഇന്ന വിഷയങ്ങളിൽ എനിക്കറിയില്ല എന്നുള്ള ബോധം. ഇതിൽ പറഞ്ഞത് അവനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം, അവന് അതിൽ അറിവാളിയാണ്, അവന് നിങ്ങൾക്ക് അപകടം ഉണ്ടാവില്ല. കാരണം ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി അറിവിൻ്റെ അപകടം എന്നുള്ള ബാബിലാണ് ഇത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ മനുഷ്യരിൽ ഒരു കൂട്ടർ അവരുടെ ഇൽമിനെ കുറിച്ച് അവർക്ക് ബോധമുണ്ട്. ഫിഖ്ഹിൽ പോലും പല അൻവാഉകളുണ്ട്, ഫറായിദുണ്ട്, അതിലവർ ഭയങ്കര എക്സ്പെർട്ടായിരിക്കും. മുആമലാത്തുണ്ട്, അതിൽ എക്സ്പെർട്ടായിരിക്കും. അപ്പോൾ അവൻ്റെ ഇൽമിനെ കുറിച്ച് അവനിക്ക് ബോധമുണ്ടായിരിക്കാം. അവനെ നിങ്ങൾ ഫോളോ ചെയ്യൂ, അതിൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല, മനഃപൂർവ്വം ചതിച്ചാൽ ഒഴിയും. ഇനി വേറൊരു കൂട്ടരെ പറഞ്ഞത് റജുലുൻ യദ്രി വഹുവ ലാ യദ്രി അന്നഹു യദ്രി ഫഹുവന ഇമുൻ ഫൈഖുദു. ചില ആളുകളുണ്ട്, നല്ല കഴിവൊക്കെ ഉള്ളവരായിരിക്കും, പക്ഷെ അവനിക്കറിയില്ല ആ കഴിവ് അവനിക്കുണ്ടെന്ന്. അങ്ങനെയുള്ള ചില കുട്ടികൾ പോലുമുണ്ട്. നമ്മൾ ജോലിക്കൊക്കെ വരുമ്പോൾ ഗൾഫിൽ ചില കുട്ടികളെ കാണുമ്പോൾ അവൻ്റെ പേഴ്സണാലിറ്റി, അവൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ, അവൻ്റെ ക്വാളിഫിക്കേഷൻ, അവൻ്റെ വേ ഓഫ് ടോക്കിംഗ്, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പലതും നമ്മളുടെ അനുഭവം കൊണ്ട് അവനോട് പറയും, നീ ഇതിനു വേണ്ടി ശ്രമിക്കണം, ഇതിനു വേണ്ടി പഠിക്കണം. അപ്പോൾ അതൊരു സർവീസാണ് കുടുംബത്തിലും വേണ്ടപ്പെട്ടവരോടും. അപ്പോൾ ചില കുട്ടികളിൽ അങ്ങനെ കഴിവുള്ള കുട്ടികളുണ്ടാവും, ബട്ട് അവനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതിൽ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്ത് അവനെ മോട്ടീവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ കുട്ടികളുണ്ട്. അപ്പോൾ മനുഷ്യരിൽ രണ്ടാമത്തെ ഇനം ചില കഴിവുകളുണ്ട്, ആ കഴിവ് അവനിക്കുണ്ടെന്നൊരു കോൺഫിഡൻസ് ഇല്ലാത്തവർ. ഇത് രണ്ടാമത്തെ വെറൈറ്റി. ഈ വെറൈറ്റി നമ്മളെ മക്കളായിരിക്കും ചില സമയത്ത്. അവൻ്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കി പറഞ്ഞാൽ നീ ഇന്നത് പഠിക്കണം, ഇന്ന ശ്രമിക്കണം, നിൻ്റെ മനസ്സിൽ പറഞ്ഞു കൊടുക്കാം. മൂന്നാമത്തേത് പറഞ്ഞത് റജുലുൻ ലാ യദ്രി വഹുവ യദ്രി അന്നഹു ലാ യദ്രി. അറിവ് പരിമിതമാണ്, പക്ഷെ അറിവ് പരിമിതമാണെന്ന് അവനിക്കറിയും, ബോധമുള്ളവൻ. അവനെക്കുറിച്ച് പറഞ്ഞത് ഫഹുവ താലിബൻ, അവനൊരു സ്റ്റുഡൻറ്റിനെ പോലെയാണ്. അവനെ ക്ലച്ച് ഹോൾഡ് ഓഫ് ഹിം, അവനെ പിടിച്ചു നിർത്താൻ പറ്റും, അവനെ പഠിപ്പിക്കാൻ പറ്റും. അതിൻ്റെ അടയാളമാണിത്. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനിക്ക് തന്നെ അറിയും. ചില വിഷയങ്ങൾ എനിക്ക് വലിയ ആളുകളും അവനിക്കറിയും. അയിനോ എന്ന് എല്ലാത്തിനും പറയുന്നവരുണ്ടാവും, ഒന്നും നോലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മൂന്നാമത് പറഞ്ഞത്
അറിവില്ലാത്ത വിഷയങ്ങളിൽ അറിവില്ല എന്നുള്ള ബോധം അതും ഒരു നല്ല അടയാളമാണത്. കാരണം ആ വിഷയത്തിൽ അവൻ പഠിക്കും. ബിസിനസ്സിൽ പോലും ചില വിഷയങ്ങളെ കാണുമ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് അറിവില്ല എന്ന് പറയുമ്പോൾ അവനതിനെ പഠിക്കാൻ നിൽക്കും. മറ്റത് എല്ലാം എനിക്കറിയാം എന്നുള്ള രീതിയിലായി പോകുന്നു. അപ്പം നാലാമത്തേത് പറഞ്ഞത് അപകടകരമായ ഒരു സ്വഭാവം, റജുലുൻ ലാ യദ്രി വഹുവ ലാ യദ്രി അന്നഹു ലാ യദ്രി. അറിവില്ല എന്നുള്ളതും അറിയാത്തവൻ. ഒരു പ്രോഡക്റ്റിന് അറിവ് ജാഹിലായിരിക്കണമെന്നില്ല, ഈ വിഷയത്തിൽ എനിക്കറിവില്ല എന്ന് ബോധമില്ലാത്തവൻ. അവനെക്കുറിച്ച് പറഞ്ഞത് അവൻ ജാഹിലാണ്, അവൻ അറിവില്ലാത്തവനാണ്. ഹമുക്കാണ് അവന്, ജഹൽത്തരം മാറാത്ത, സത്യമറിഞ്ഞാലും തെറ്റേ ചെയ്യുള്ളൂ, അവനാണ് ഹമുക്കാണ് അവന്. ശൈത്താനാണ് അവന്, ഫജിത്തനിബു, അവനെ ഫർഗറ്റ് ഹിം എന്നാണ് പറഞ്ഞത്. ആ നാലാമത്തെ തരത്തിൽ നമ്മൾ പെടാതിരിക്കുക. അപ്പം ഇവിടെ മനുഷ്യര് ഇതിൽ പറഞ്ഞത് 4 തരം ആളുകളെന്നാണ്. ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ല. ഒന്ന്, അവരവർക്ക് ബോധമുണ്ടാവുക, എനിക്ക് ഇന്ന വിഷയങ്ങൾ അറിയില്ല എന്നുള്ള ബോധമുണ്ടായിരിക്കുന്നത് നമുക്ക് നമ്മളെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും, മറ്റുള്ളവരെ കുഴികളിൽ കൊണ്ട് ചാടിക്കാതെ സാധിക്കും. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ പോകുമ്പോൾ തന്നെ അവൻ അതിൽ ബോധമുള്ളവനാണോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കുട്ടികൾ, ചില ആളുകൾ നല്ല കഴിവും ഒക്കെ ഉള്ളവനായിരിക്കും, പക്ഷെ അവനിക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികളെ കണ്ടാൽ അതൊരു സേവനമായിരിക്കും. അവനിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക. നീ ഇതിൽ കഴിവുള്ള കുട്ടിയാണ്, നിൻ്റെ പേഴ്സണാലിറ്റി ഇതിന് പറ്റും, നിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതിന് പറ്റും, ദ ലാംഗ്വേജ് ഇതിന് പറ്റും, ദ വേ ഓഫ് ടോക്കിംഗ് ഇതിന് പറ്റും, അതുകൊണ്ട് നീ അല്ലെങ്കിൽ ഇതുകൂടി പഠിക്കണം, അല്ലെങ്കിൽ ഇതുകൂടി ശ്രമിക്കണം. നമുക്ക് നമ്മളെ കുട്ടികളെ സേവനം ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത്, നമുക്ക് ഇന്ന വിഷയങ്ങളിൽ അറിവില്ല എന്നുള്ളൊരു ബോധം, അതും വലിയൊരു ഇതാണ്. അറിവില്ല എന്നുള്ള ബോധമുണ്ടെങ്കിൽ അറിവുള്ളവരത് പറയുമ്പോൾ അത് പഠിക്കാൻ നിൽക്കും, അതും ഒരു നല്ല ഫീച്ചറാണ്. നാലാമത്തെ ഫീച്ചറാണ് അപകടകരം. ഒന്നും അറിയുകയുമില്ല, പക്ഷെ അറിയില്ല എന്നുള്ളതും അറിയാത്തത്, അത് അപകടകരമായ അവസ്ഥയാണ്. അതിൽ നമ്മൾ പെടാതിരിക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ